ഈ 2 മക്കളെയും കൂട്ടി ആ ഒരു അമ്മ ട്രെയിന് മുമ്പിൽ കണ്ണടച്ച് കെട്ടിപ്പിടിച്ച് നിന്ന് അങ്ങനെ ചിന്നി ചിതറി മരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാനസിക സമ്മർദ്ദം ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ? 2 കുട്ടികൾ, അതും പ്രായം ഒന്നും തന്നെ ജീവിതം കാണാൻ തുടങ്ങിയിട്ടില്ലാത്ത ആ 2 കുട്ടികളെയും കൂട്ടിയിട്ട് ഇവർ മരണത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെന്തുമാത്രം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും, എന്തുമാത്രം വേദനകളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക. ആ ഒരു കുട്ടികൾക്ക് ആ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ഈ ഒരു അമ്മയെ തള്ളിയിട്ടും ഓടിപ്പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരത് ചെയ്തില്ല. കാരണം എന്തായിരിക്കും, അവരുടെ അമ്മ അനുഭവിച്ചതും അവരനുഭവിച്ചതും ഒക്കെ ഏകദേശം ഒരുപോലെയുള്ള ക്രൂരതകളായിരിക്കും വീട്ടിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാവുക. അതും സ്വന്തം പിതാവിൽ നിന്ന് അനുഭവിച്ചത് അതുപോലത്തെ ക്രൂരതകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂഹത്തിൽ ഇത്രയും ക്രൂരത എൻ്റെ പിതാവ് തന്നെ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സമൂഹം ഇതിലും കൂടുതൽ ക്രൂരത എന്നോട് ചെയ്യും എന്നുള്ള ഒരു പേടി കാരണമായിരിക്കും ആ ഒരു കുട്ടികളെ അമ്മ കൂടെ കൊണ്ടുപോയതും കുട്ടികളും മരണത്തിന് കീഴടങ്ങാം എന്ന് വിചാരിച്ചതും. അല്ലെങ്കിൽ 11ഉം 10ഉം വയസ്സുള്ള ആ ഒരു കുട്ടികളൊന്നും ഇങ്ങനെ മരണത്തിന് കീഴടങ്ങേണ്ട ആവശ്യമില്ല അല്ലേ? അവർക്കൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനില്ലാത്ത കുട്ടികളൊന്നും അല്ല, അച്ഛനുണ്ടായിരുന്നു. അച്ഛനുണ്ടായിട്ടും അവർക്ക് വേണ്ട സംരക്ഷണമോ വേണ്ട ഒരു ജീവിത സാഹചര്യമോ ഒരുക്കി കൊടുക്കാൻ പറ്റാതിരുന്ന അയാൾ ഉള്ള ഈ ഒരു സമൂഹത്തിൽ ആ കുട്ടികളെ ഒറ്റയ്ക്കിട്ട് പോകാൻ ആ അമ്മയ്ക്ക് പേടിയായിട്ടായിരിക്കും ആ കുട്ടികളെയും ചേർത്ത് പിടിച്ച് ട്രെയിനിന് മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു അവസ്ഥ ആ ഒരു ട്രെയിനിലെ ആ ഒരു ക്രൂ മെമ്പർ പറഞ്ഞത് ആ അമ്മയും മക്കളും കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു എന്ന്. അതുപോലെ അവരപ്പം ട്രെയിൻ വരുന്നത് കണ്ടെങ്കിലും അവരുടെ മനസ്സ് മൊത്തം ആ ഒരു വേദനയും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യവും മാത്രമേ അവർ മുമ്പിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് ആ 3 പേരും പോയിട്ടുണ്ടാവുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമൊന്നുമല്ല അല്ലേ? നമ്മൾ ആത്മഹത്യ ഒരു പരിഹാരം ആയിട്ട് ഒരിക്കലും കാണരുത്. ആ അമ്മയും മക്കളും ചെയ്തത് മണ്ടത്തരം തന്നെയാണ്. സമൂഹം ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷെ എല്ലാം ഉള്ളിലൊതുക്കി അവർ മരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഒരിക്കലും സൂയിസൈഡ് ഒരു നല്ല തീരുമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവർക്കും ആ ഒരു കുട്ടികൾക്കും ജീവിതം എന്തെന്നറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് മരണത്തിലേക്ക് കീഴടങ്ങി.